പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വഴി ആരംഭിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കർത്താവിനെ അന്ത്യ കഴിഞ്ഞ് വ്യാഴാഴ്ച രാത്രി ഒറ്റിക്കൊടുത്ത യൂദാസ്, അതിനുശേഷം പടയാളികൾ പിടിച്ചുകൊണ്ടുവന്ന് കയ്യഫാസിൻ്റെ അരമനയിൽ കർത്താവിൻ്റെ ട്രയലുകൾ നടത്തി വെള്ളിയാഴ്ച രാവിലെ കർത്താവിനെ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുവന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പീലാത്തോസിൻ്റെ അരമനയിലാണ്. ഇവിടെ നിന്നാണ് കർത്താവിനെ ഒരു പീഠത്തിൽ ഇരുത്തി മുൾമുടി ധരിപ്പിച്ച് കർത്താവിനെ അടിച്ച് അവശനാക്കി കുരിശ് ചുമലിൽ വെച്ചു കൊടുത്ത് കർത്താവിനെ ഇവിടെ നിന്നാണ് കുരിശിൻ്റെ വഴിയിലേക്ക് തള്ളിവിട്ടത്. ഇത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന അവശിഷ്ടങ്ങളുടെ ഭാഗമാണ്. ഒന്നാം സ്ഥലം ആരംഭിക്കുന്നിടത്ത് ഒരു കൊച്ചു ദേവാലയം പണി കഴിപ്പിച്ചത് ഇപ്പോഴുമുണ്ട്. നമ്മുടെ കർത്താവ് പാടുപീഡകൾ സഹിച്ച് കുരിശും വഹിച്ചു കൊണ്ടുപോയതിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന മുൾക്കിരീടത്തിൻ്റെ ദേവാലയം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തു നിന്നാണ് അവിടുത്തെ പാടുപീഡകളും കുരിശ് യാത്രയും ആരംഭിച്ചത്. കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ വഴിയിൽ അവിടുന്ന് അനുഭവിച്ച പാടുപീഡകളും ദുഃഖങ്ങളും അവിടുന്ന് വഹിച്ചിരുന്ന മരക്കുരിശും നമ്മുടെ പാപഭാരം ചുമന്നുകൊണ്ടാണ് അവിടുന്ന് പോയത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് എത്തിച്ചേർന്ന സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയിലാണ് നാം കർത്താവിൻ്റെ കുരിശിൻ്റെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അവനോടൊപ്പം നമുക്കും കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കാൽവരിയിലെ ദ ഹോളി സെപ്പൾക്കർ ദേവാലയത്തിലേക്ക് എത്തിച്ചേരാം.